ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. എപ്പോൾ മടിയാന്ന് വീഡിയോ എടുക്കാൻ നല്ല ഉഷാറുണ്ട്, പക്ഷേ അത് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയുള്ള ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഭയങ്കര ലേറ്റായി പോയത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ ഒരു ഓഫ് ഡേ ആണ്. അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുള്ള സീനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ വെൽക്കം ടു അനദർ വ്ളോഗ്. അപ്പം ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എത്രത്തോളം ഞാനിന്ന് എടുക്കും എനിക്കറിയില്ല. ഇന്ന് കാര്യമായിട്ട് എടുക്കാൻ ഒന്നുമില്ല, ഒരു സാധനമില്ല ഇന്നെടുക്കാൻ. പക്ഷെ എന്നാലും എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ച് ഒരു 1 വീക്കിൻ്റെ അടുത്തോളം ആയില്ല ഇപ്പോൾ വീഡിയോസ് എല്ലാം ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടാമെന്ന്. പിന്നെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു മൂഡും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വെറുതെ ഒന്ന് എടുക്കാൻ പറ്റുന്നത്ര എടുക്കാം, അല്ലാതെ നിൽക്കണ്ട വിചാരിച്ചു. പിന്നെ എനിക്കിപ്പം ഇന്ന് ലീവാണ്, ഓഫ് ഡേ ആണ്. ഇവിടെ നാളെ നാഷണൽ ഡേ ആണ് സിംഗപ്പൂർ. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത 3 ദിവസം ലീവാണ്, ഒന്നുമില്ല ചെയ്യാൻ. അപ്പം വിചാരിച്ചു എന്തായാലും ഒരു വ്ലോഗ് എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇപ്പം നേരെ പോകുന്നത് ബ്രഷൊക്കെ ചെയ്യാനാണ് കേട്ടോ. ബ്രഷൊക്കെ ചെയ്ത് നമുക്ക് ഒരു സ്മൂത്തിയൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പോകുന്നത്. ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്നലെ കിടക്കാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശ്രീ ഇവിടെ ഇല്ല, ശ്രീ നാട്ടിൽ പോയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 ദിവസം ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. വെറുതെ ഇങ്ങനെ ഇരുന്ന് സമയം കളയാമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല, എവിടെയും പോകാനൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എൻ്റെ കയ്യിൽ ഇവിടെ ഒരു പഴം ബാക്കിയിട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഷേക്ക് അടിക്കാം, അല്ലെങ്കിൽ ആ പഴം വെറുതെ കളയേണ്ടി വരും. അപ്പം ഞാൻ രാവിലെ തന്നെ പോയി ആദ്യം ഒരു ഷേക്ക് അടിച്ചു. ഈ ഒരു വ്ളോഗ് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, എത്ര പേര് കാണുമെന്നും എനിക്കറിയില്ല, ഇത് കാണുമെന്ന് പോലും അറിയില്ല. കാരണം ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന ഒരു ദിവസം. സത്യം പറഞ്ഞാൽ ഒരു ഫ്രീ ആയിട്ട് ഇങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ട് ലീവ് ചെയ്യുന്ന ഒരു ഡേ ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഷേക്കൊക്കെ കുടിച്ച് നേരെ നമുക്ക് സ്കിൻ കെയറിലേക്ക് കിടക്കാം. കുറേ ആയി ഇപ്പോൾ സ്കിൻ കെയർ ഒന്നും ചെയ്യാണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മെല്ലെ തുടങ്ങാമെന്ന്. കാരണം എപ്പം രാവിലെ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഒന്നും സ്കിൻ കെയർ ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് എപ്പോഴാണോ പോകേണ്ടത് ആ സമയം നോക്കിയിട്ടാണ് എഴുന്നേറ്റ് റെഡി ആവുന്നത്. അതിൻ്റെ ഇടയിൽ സ്കിൻ കെയർ ഒന്നും എപ്പോഴും ചെയ്യാറില്ല. നേരത്തെ എഴുന്നേറ്റാൽ മാത്രം ചെയ്യും. എനിക്കറിയില്ല ഇന്നത്തെ വ്ളോഗ് എങ്ങനെയായിരിക്കും പോകുന്നതെന്ന്. കാരണം എനിക്ക് ഒന്നാമത് ഇന്ന് ചെയ്യാനൊന്നുമില്ല, ഇന്നൊരു ഓഫ് ഡേ ആണ്. അതുപോലെ തന്നെ ശ്രീയും ഇപ്പോൾ ഇല്ല, നാട്ടിൽ പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു 3 ദിവസം എങ്ങനെ തള്ളി നിൽക്കുന്ന എനിക്കറിയില്ല. പിന്നെ ഇങ്ങനത്തെ ഉള്ള സമയത്ത് കുറേ ലീവ് കിട്ടും. നമുക്കൊന്നും ചെയ്യാനില്ലാത്ത സമയത്താണ് ഇങ്ങനെ ലീവെല്ലാം കിട്ടൽ. നമുക്കിന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് കുറച്ച് എന്തെങ്കിലും സിനിമയോ എന്തെങ്കിലും കണ്ടിരിക്കാം. പിന്നെ കുറച്ച് സെൽഫ് കെയർ ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോഴത്തേക്ക് സമയം പോകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സജഷനായിട്ട് പറയണം കേട്ടോ, ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്നും പറഞ്ഞിട്ടെങ്കിലും ഞാൻ ഇങ്ങനത്തെ ഇട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് സജഷൻ പറയണം. ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഇടണ്ടല്ലോ.
ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നൈക്കയിൽ, കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ മറ്റും ഒരു നൈക്കയിൽ നിന്ന് വാങ്ങിച്ച ഒരു ലിപ് ഗ്ലോസ്സാണ്. മാസിൻ്റെ ലിപ് ഗ്ലോസ്സാണ്. ഇത് ഏകദേശം തീർന്നു. നല്ല ഇതിട്ടിട്ട് ലിപ്സ്റ്റിക്കെല്ലാം, ഇത് ആദ്യം ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടാലും നല്ല ഉണ്ടാവും. ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഇത് കുറച്ച് മാത്രമേ ഇടാൻ പാടുള്ളൂ. ഇതിട്ടാലും നല്ലതുണ്ട്. പക്ഷെ ഇത് തീർന്നു ഓൾറെഡി. ഞാൻ ഇതിൻ്റെ ഒന്നുകൂടി കഴിഞ്ഞ തവണ മേടിച്ചെന്നു തോന്നുന്നു. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. എഴുന്നേറ്റു, ഷേക്കൊക്കെ കുടിച്ചു. ഇന്നലെ രാത്രി കിടക്കാൻ കുറച്ച് ലേറ്റായി. ഞാനിങ്ങനെ ഫോണും പിന്നെ എല്ലാം നോക്കി കിടക്കുമ്പോൾ ഏകദേശം ലേറ്റായി. അപ്പം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഏകദേശം 10 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്യാപ്ചർ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഞാനിപ്പോൾ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത് ഒരു വീക്കെൻഡാണ്. നമ്മൾ നോർമലി ഗ്രോസറീസ് വാങ്ങാറ് വീക്കെൻഡിലാണ്. അതായത് നെക്സ്റ്റ് വീക്കിലേക്ക് വേണ്ട എല്ലാ ഗ്രോസറീസും നമ്മൾ അങ്ങനെയാണ് വാങ്ങൽ. ഇപ്പം ഓൾറെഡി ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രോസറീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 2 ദിവസം ലീവ് ആയതുകൊണ്ട് നമ്മൾ മിക്കവാറും നാളെയോ മറ്റന്നാളോ ആയിരിക്കും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ 1 വീക്കിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങാറുള്ളൂ കേട്ടോ. നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും മുട്ടക്കറിയും ആണ് കേട്ടോ. അപ്പം നമ്മളിപ്പം ദോശ അരച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ദോശച്ചട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഇതിപ്പോൾ ബ്രഞ്ച് ടൈമായി. ഇപ്പം നമ്മൾ ദോശയും മുട്ട റോസ്റ്റും ചായയും കൂട്ടി നമ്മൾ ബ്രഞ്ച് കഴിച്ചു കേട്ടോ. ശ്രീ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയിട്ടുണ്ട്. ബോവൻ്റെ ലൈവാണ് ഗേസ്, ലൈവ്. നമ്മളൊന്ന് നീനുവിൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ അത് നമുക്ക് നീനുവിൻ്റെ നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്താണ്. അല്ലാതെ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. സോ നമ്മൾ നീനുവിൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നീനുവിന് ചെറിയൊരു അനിയത്തി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ദിവസമായി അങ്ങോട്ട് പോയിട്ട്, നമ്മളും പോയിട്ട് കുറച്ച് ഡേ ആയി. അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നീനുവിൻ്റെ അച്ഛമ്മയും വന്നിട്ടുണ്ട്. അപ്പം നാട്ടിൽ നിന്ന് വന്ന സമയത്ത് അവരെ കൊണ്ടുവന്നെയാണ് നമ്മൾ കഴിച്ചത്. നീനു പിന്നെ എന്തൊക്കെയോ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടോളെ പേരൊക്കെ എഴുതിയിട്ട് തന്നു. പിന്നെ ഓരോരോ ആനിമൽസിനൊക്കെ നമ്പേഴ്സ് ഇട്ട് വരക്കാനെല്ലാം തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടിയും ഇല്ലാത്തൊരു ദിവസമാണ്. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെറുതെ ഇരുന്ന് കുറേ സിനിമയല്ല, വെറുതെ ഇങ്ങനെ ഫോണും അതൊക്കെ നോക്കി വെറുതെ അവിടെ കിടന്നു. പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല, ഞാൻ പുറത്ത് പോകുന്നില്ല. അപ്പോൾ പിന്നെ ഒന്നും എടുക്കാനൊന്നുമില്ല. ഇന്നത്തെ ഒരു ലേസി ഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു എണ്ണയൊക്കെ തേച്ച് കുളിക്കാമെന്ന്. ഇത് കാച്ചിയ എണ്ണയാണ്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാച്ചിയ എണ്ണ. അപ്പോൾ ഇതൊക്കെ തേച്ച് കുളിച്ച് കുറച്ച് സെൽഫ് കെയർ ഒക്കെ ചെയ്ത് ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മെല്ലെ കുളിച്ചിട്ടെല്ലാം ആയിട്ട് ചായയൊക്കെ കുടിച്ച് എന്തെങ്കിലും ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് എണ്ണ എടുക്കാം. എനിക്ക് എണ്ണ തേക്കുന്നത് തീരെ ഇഷ്ടമല്ല. എനിക്ക് ഡാൻഡ്രഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നോർമലി എണ്ണ തേക്കലില്ല മുടിക്ക്. എനിക്ക് ഇഷ്ടേ അല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ അമ്മ ഡെയിലി എനിക്ക് എണ്ണ തേച്ച് തരും. അത് പിന്നെ എനിക്ക് വേറെ ചോയ്സ് ഇല്ല, ഇരുന്നേ പറ്റൂ. പക്ഷെ ഇപ്പം എൻ്റെ മുടിക്കത് പറ്റുന്നില്ല. എണ്ണയൊക്കെ തേച്ച് എനിക്കപ്പം ഷാമ്പൂ ഇട്ടത് കളഞ്ഞിട്ടില്ലെങ്കിൽ തീരെ പറ്റൂല. അപ്പം ഞാൻ നോർമലി എണ്ണ തേക്കുന്നത് ഭയങ്കര കുറവാണ്. ഞാനൊരു 2 വർഷത്തേക്ക് എണ്ണയെ തേച്ചിട്ടുണ്ടായിരുന്നില്ല. ബാംഗ്ലൂർ ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ തലയിൽ എണ്ണ എന്ന് പറയുന്ന ഒരു സാധനം പോയിട്ടുണ്ടാവില്ല. ഇപ്പം പിന്നെയും വീക്കിലി വൺസ് ഞാൻ തേക്കലുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പറ്റുന്നില്ല. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് എണ്ണ ഭയങ്കര അലർജി പോലെ. എനിക്ക് അലർജി ഇല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല എണ്ണ. അപ്പം ഞാൻ എണ്ണയൊക്കെ തേച്ച് കുറച്ച് നേരം ഇത് ഒരു 30 മിനിറ്റ്സ് ഇത് വെച്ചതിന് ശേഷം നമുക്ക് പോയി കുളിക്കാം. കുളിച്ച് വന്ന്
ഇനി ബാക്കി ഒന്നുമില്ല ചെയ്യാനായിട്ട്. കുളിച്ച് വന്നിട്ട് ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം. കുറച്ച് എന്തെങ്കിലും നാളെയും മറ്റന്നത്തേക്ക് എന്തെങ്കിലും കഴിക്കാൻ ഫ്രൂട്ട്സോ അങ്ങനത്തെ എന്തെങ്കിലും താഴെ പോയി വാങ്ങണമെന്നുണ്ട്. പക്ഷെ മടിയാവുന്ന ഗൈസ്, ആരും ഇല്ലാത്ത. പിന്നെ നീതു പുറത്ത് പോയിട്ടുണ്ട്. പിന്നെ നീതും കുട്ടും പുറത്ത് പോയിട്ടുണ്ട്. എനിക്ക് ഞാൻ പോയിട്ടില്ല. എനിക്ക് ഓളെ വേറെ ഫ്രണ്ടിൻ്റെ ഒപ്പം പോയതാണ്. അപ്പം അവരവിടുന്ന് നേരെ ലിറ്റിൽ ഇന്ത്യ പോകും. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇപ്രാവശ്യം പോയിട്ടില്ല. ഒന്നും ചെയ്യാനും തോന്നുന്നില്ല. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നല്ലോണം മടിയാവുന്നു. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് ഒരു 20 മിനിറ്റ് വെച്ചിട്ട് ഇരിക്കാം. ഓക്കെ. അങ്ങനെ തലക്ക് എണ്ണയൊക്കെ തേച്ചതിന് ശേഷം കുറച്ച് ഒരു 20 to 30 മിനിറ്റ്സ് വെക്കണമല്ലോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ പോയിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കി കേട്ടോ. ഇതൊരു സിമ്പിൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. അപ്പം ഞാൻ എന്നിട്ട് കോഫിയും പിന്നെ അതുപോലെ തന്നെ ഹണിയും കേടൊക്കെ വെച്ചിട്ട് ഒരു സ്മോൾ ഫേസ് പാക്ക് ഉണ്ടാക്കി. എന്നിട്ട് കുളിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഫേസ് പാക്ക് ഇടുന്നത്. എന്നിട്ട് ഇതിന് ശേഷം ഞാൻ അപ്പോഴത്തേക്ക് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നത്. സോ ഞാനങ്ങനെ കുളിച്ചു. ഇനി ഞാൻ നേരത്തെ കുളിക്കുന്നതിന് മുന്നേ ഫേസ് മാസ്ക് ഉണ്ടാക്കിയിട്ടാണ് പോയത്. അപ്പം നമുക്കത് അപ്ലൈ ചെയ്യാം. പക്ഷേ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ അത് എൻ്റെ ഡ്രസ്സിന് ഒട്ടിയാൽ സീനാണ്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഇനി ഫേസ് മാസ്ക് ഇടാം. ഓക്കെ. സോ മുഖം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ ടോണർ ഇട്ടിട്ട് വന്നു, അല്ലെങ്കിൽ ഇത് സീനായിരിക്കും. ഡ്രൈ ആയിപ്പോയി മുഖം. ഓക്കെ. സോ ഇതാണ് ഫേസ് മാസ്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫേസ് മാസ്ക്. ഇനി ഞാൻ കാണിച്ചാൽ ചിലപ്പോൾ താഴെ വീണു. ഓക്കെ. ഇങ്ങനെ ഇടും. ഇത്ര എടുത്തിട്ട് ബാക്കി അടന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. ബാക്കി ഞാനില്ലേ കണ്ണാടി നോക്കി ഇട്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഫേസ് പാക്കൊക്കെ ഇട്ടു കേട്ടോ. ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് കുറച്ച് എൻ്റെ ഹെയർ ടവലിനായി കേട്ടോ. അപ്പം ഈ ഒരു ഫേസ് മാസ്ക് ഒരു 15 to 20 മിനിറ്റ്സ് ഇടാം. അത്ര ഇടേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഈ ഫേസ് മാസ്ക് എപ്പോൾ ഇടുമൊന്നുമില്ല കേട്ടോ. വീക്കെൻഡാണ് പൊതുവേ ഇടാറ്. സൺഡേയോ സാറ്റർഡേയോ അങ്ങനെ എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ ഞാൻ ഇടാറുണ്ട്. എപ്പോഴും ഇതന്നെയല്ല ഇടൽ. തോന്നുന്നത് ഇടും. ചില സമയത്ത് ക്ലേ മാസ്കോ അങ്ങനത്തെ എന്തെങ്കിലുമായിരിക്കും ഇടുന്നത്. അപ്പം ഞാൻ ആ ഒരു ടൈം കൊണ്ട് ഞാൻ എൻ്റെ ലോണ്ട്രി ഒക്കെ ചെയ്തു. പിന്നെ നമുക്കൊരു അപ്പോഴത്തേക്ക് 15-20 മിനിറ്റ്സ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മുഖമൊക്കെ ഒന്ന് കഴുകി. സോ അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്. അതിന് ശേഷമുള്ളത് ജസ്റ്റ് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ പോലെ തോന്നും നമുക്ക്. 2 ദിവസം ലീവായതുകൊണ്ട് തന്നെ നാളെ അങ്ങനെ പ്രത്യേകിച്ച് എവിടെയും പോകാനൊന്നും ഇല്ല. അപ്പം ഞാൻ ഒന്നും സ്റ്റൈലൊന്നും ചെയ്യുന്നില്ല. നോർമലായിട്ട് ഡ്രൈ ആവട്ടെ മുടി. ഹീറ്റ് മറ്റേ ഒന്നും ചെയ്യുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഇതൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ ഹെയർ സീറം യൂസ് ചെയ്യുന്നുണ്ട് കുറച്ചെടുക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഹെയർ സീറമും രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഇടുക. ഇത് കുറച്ചുണ്ട്, ഇത് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ഇടാം. ഓക്കെ. വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല. ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ എയറിൽ ഡ്രൈ ആവട്ടെ. ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നില്ല. അല്ലാണ്ട് തന്നെ മുടി ഡ്രൈ ആവട്ടെ. ലാസ്റ്റ് ഇനി ഒരു ഐ മാസ്കും പിന്നെ ഒരു ഷീറ്റ് മാസ്കും കൂടി ഇട്ടാൽ സെറ്റ്. ഞാൻ എന്നിട്ട് ഇനി ഫുഡ് കഴിക്കണം. ഓക്കെ.
ഇനി നമുക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ഇതിൽ തന്നെ ചെയ്താൽ പിന്നെ ഓൾറെഡി മോയിസ്റ്റ് ആയിട്ടാണ് ഉള്ളത്. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, ഷീറ്റ് മാസ്ക് വെക്കാനുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ വെക്കും, ചിലപ്പോൾ വെക്കില്ല. വെക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാനൊന്ന് എൻ്റെ നൈറ്റ് ജെൽ മാത്രമേ ഇടുന്നുള്ളൂ. ഇത് പ്ലമ്മിൻ്റെ ആണ്. വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് പ്ലം അല്ലാതെ വേറൊന്നും സ്യൂട്ട് ആവുന്നില്ല. ഞാൻ കുറേ നമുക്ക് ഓരോരോ പ്രോഡക്റ്റ്സ് കാണുമ്പോൾ യൂസ് ചെയ്യാൻ തോന്നൂലേ, അങ്ങനെ ഞാൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓരോരോ പ്രോഡക്റ്റ് കണ്ട് ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ ഒന്നും എനിക്ക് എൻ്റെ സ്കിൻ ഏതാണെന്ന് അത്ര പിടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കുറേ പിമ്പിൾസ് എല്ലാം വരാൻ തുടങ്ങി. പിന്നെ ഞാൻ പ്ലമ്മിലേക്ക് മാറി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഓയിലി സ്കിന്നാണെന്നും. പിന്നെ ഞാൻ പ്ലമ്മിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. എനിക്കിപ്പോൾ വേറെ ഒന്നും മാറി തേക്കാൻ പറ്റുന്നില്ല. പ്ലമ്മ് തേക്കുമ്പോഴാണ് എൻ്റെ മുഖം ഒന്ന് സെറ്റാവുന്നത്. അപ്പം ഞാൻ പിന്നെ പ്രൊഡക്ട്സ് എപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ഞാൻ പ്ലമ്മിൻ്റെ എൻ്റെ മോയ്സ്ചറൈസർ ആണെങ്കിലും സൺസ്ക്രീൻ മാറ്റുന്നുണ്ട്. പക്ഷേ ബാക്കിയെല്ലാം ഞാൻ പ്ലമ്മിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അപ്പം എനിക്കിപ്പം അത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. പിന്നെ ഞാൻ ക്ലിനിക്കിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എനിക്ക് കുറേ ബ്ലാക്ക് മാർക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ആക്നെ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല ഇനിയിപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ടാണോ എന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് നിർത്തി. ഇടക്കിടക്ക് മാത്രമേ തേക്കുന്നുള്ളൂ. സോ ഞാൻ ഇനിയിപ്പം പക്ഷേ ഇതിപ്പം പണ്ടേ അവരുടെ ഇതിലുണ്ടായതാണ് കേട്ടോ ഇത്. ഇപ്പം ഇത് മാറിയിട്ട് ഒരു ബ്ലൂ നിയാസിനമൈഡിൻ്റെ ആണ് ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പാട് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അല്ല, ഇത് ഫ്രീ കിട്ടിയതെന്ന് തോന്നുന്നു. എൻ്റെ ഒന്നിച്ച് ഫ്രീ കിട്ടിയതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ വലിയതാണ് ഞാൻ നോർമലി മുന്നേ യൂസ് ചെയ്തുകൊണ്ടായത്. അപ്പം ഇപ്പം ഞാൻ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്തു. നോക്കാം. അപ്പോൾ ശ്രീ എനിക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഫുഡിന് വെയിറ്റ് ചെയ്യുവാണ്. ഫുഡും കഴിച്ച് എന്തായാലും കണ്ടിട്ട് ഇരിക്കാം. ഓക്കെ. സോ ഗായ്സ്, എൻ്റെ ഫുഡ് വന്നു. KFCന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. ഞാനെപ്പം അധികം എന്തെങ്കിലും സിനിമ വെച്ചിട്ടായിരിക്കും കേട്ടോ ഫുഡ് കഴിക്കുക. അങ്ങനെ ഒരു ഫിലിമൊക്കെ കണ്ട് ആ നേരം കൊണ്ട് നമ്മളെ വാഷ് ചെയ്ത് ലോണ്ടറിക്കിട്ട തുണിയൊക്കെ അത് ആറിടേണ്ട ടൈമായി. അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ട് നേരെ കുറച്ച് തുണി ഈ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നേരെ കുറച്ച് കൂടി സിനിമ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു പേരക്കയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മുറിച്ച് അത് ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് അണ്ടർ ഐ പാച്ചസ്. ഇത് നല്ല ഫ്രിഡ്ജ്, ഞാൻ മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞ പോലെ ഫ്രിഡ്ജിലാണ് വെക്കാറ്. അപ്പം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇട്ടതിന് ശേഷം ഞാൻ നേരത്തെ ലോണ്ടറിക്ക് ഇട്ട ഡ്രസ്സ് ഇതാക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള ഡ്രസ്സൊക്കെ എടുത്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഭയങ്കര ഒരു നോൺ പ്രൊഡക്റ്റീവ് ഡേ വ്ളോഗാണ്. സോ ഇഫ് യു ലവ് വാച്ചിങ് മൈ വീഡിയോസ്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് my YouTube channel. Okay, bye. See you. Good night.